ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളം അടിസ്ഥാന പാഠാവലി ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ വേറെയും സബ്ജക്റ്റിലുള്ള ക്രിസ്മസ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 5 ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന് നോക്കിയാൽ കാണാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അതിന് മുമ്പേ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ചെയ്യാം. ആദ്യത്തെ പ്രവർത്തനം, ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കഥ തന്നിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇതേ സെയിം കഥ തന്നെ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് തരില്ല. പക്ഷേ പുറത്തു നിന്നുള്ള വേറെ ഒരു കഥയോ മറ്റെന്തെങ്കിലും തന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. സോ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ കഥയിൽ തന്നെ ഉണ്ടാവും. സോ ഇത് നല്ലോണം ശ്രദ്ധിച്ച് വായിക്കണം. പനങ്കിളിയുടെ കനിവ്. തേനുണ്ണിയുടെ കരച്ചിൽ കേട്ട് ചുറ്റുപാടുമുള്ള പക്ഷികളും പൂമ്പാറ്റകളും വണ്ടുകളും അവിടേക്ക് പറന്നെത്തി. അയ്യോ, ഇത് നമ്മുടെ തേനുണ്ണിയാണല്ലോ. കുഞ്ഞിപ്പനങ്കിളി അവനെ തിരിച്ചറിഞ്ഞു. തേൻകുരുവി, നീ വേഗം പോയി കുറച്ചു വേനൽ പച്ചയുടെ ഇല കൊത്തിക്കൊണ്ടുവാ. കുഞ്ഞിപ്പനങ്കിളി തൻ്റെ കൊക്കുകൊണ്ട് തേനുണ്ണിയെ പൊക്കി നേരെ ഇരുത്തി. കുറേ നേരം അവൾ തൻ്റെ ചിറകുകൾ വീശി അവനെ ആശ്വസിപ്പിച്ചു. ഒട്ടും വൈകാതെ തേൻകുരുവി വേനൽ പച്ചയുമായി വന്നെത്തി. കുഞ്ഞിപ്പനങ്കിളിയുടെ ആ വേനൽ പച്ച കൊത്തിവെച്ച് അതിൻ്റെ നീർ പിഴിഞ്ഞെടുത്ത് തേനുണ്ണിയുടെ മുറിവിലൊഴിച്ചു. കുറച്ചു ആശ്വാസമായെന്ന് കണ്ടപ്പോൾ കുഞ്ഞിപ്പനങ്കിളി തൻ്റെ കൂട്ടുകാരനായ പക്ഷികളോടും പൂമ്പാറ്റകളോടുമായി പറഞ്ഞു, നമുക്ക് തേനുണ്ണിയെ വേഗം വീട്ടിലെത്തിക്കണം. കുഞ്ഞിപ്പനങ്കിളി ഒട്ടും വേദനിപ്പിക്കാതെ അവനെ കൊക്കിലൊതുക്കിക്കൊണ്ട് മെല്ലെ പറന്നു. മറ്റു പക്ഷികളും പൂമ്പാറ്റകളും വണ്ടുകളും നിരനിരയായി പറക്കാൻ തുടങ്ങി. ഹായ്, എന്തൊരു ചന്തമുള്ള കാഴ്ച. സോ ഇത്രയുമാണ് ഈ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി താഴത്തെ ഓരോരോ ചോദ്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ചോദ്യം 1, ആരൊക്കെയാണ് തേനുണ്ണിയുടെ കരച്ചിൽ കേട്ട് വന്നത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്ന ഈ കഥയിൽ തന്നെയാണ് ഉള്ളത്, വേറെ എവിടുന്നുമല്ല നിങ്ങൾ എടുത്ത് എഴുതേണ്ടത്. ഓപ്ഷൻസ്: പൂമ്പാറ്റകളും വണ്ടുകളും, പറവകളും വണ്ടുകളും, അണ്ണാനും മരം കൊത്തിയും. ആദ്യത്തെ വരിയിൽ തന്നെയുണ്ട് പക്ഷികളും പൂമ്പാറ്റകളും വണ്ടുകളും. സോ ഇവിടെ ഓപ്ഷൻസിൽ പൂമ്പാറ്റകളും വണ്ടുകളും എന്നുണ്ട്, അതാണ് ഉത്തരം. ചോദ്യം 2, ആരാണ് അവനെ തിരിച്ചറിഞ്ഞത്? ഓപ്ഷൻസ്: തേൻകുരുവി, കുഞ്ഞിപ്പനങ്കിളി, പൂമ്പാറ്റ. ഉത്തരം കുഞ്ഞിപ്പനങ്കിളി. ഇനി ചോദ്യം 3, കുഞ്ഞിപ്പനങ്കിളി എങ്ങനെയാണ് തേനുണ്ണിയെ ആശ്വസിപ്പിച്ചത്? ഓപ്ഷൻസ്: തൻ്റെ ചിറവുകൾ വീശി, കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത്, പുറം തലോടി. നമ്മൾ വായിച്ചതാണ്. എന്താണ് ഉത്തരം? തൻ്റെ ചിറവുകൾ വീശി. ചോദ്യം 4, കുഞ്ഞിപ്പനങ്കിളി തൻ്റെ കൂട്ടുകാരായ പക്ഷികളോടും പൂമ്പാറ്റകളോടും എന്താണ് പറഞ്ഞത്? നമുക്ക് തേനുണ്ണിയെ ഡോക്ടറെ കാണിക്കണം, നമുക്ക് തേനുണ്ണിയെ വേഗം വീട്ടിലെത്തിക്കണം, നമുക്ക് തേനുണ്ണിയെ ഇവിടെ ഉപേക്ഷിക്കണം. ഉത്തരം: നമുക്ക് തേനുണ്ണിയെ വേഗം വീട്ടിലെത്തിക്കണം. ഇതൊക്കെ മേൽപ്പറഞ്ഞ കഥയിലുണ്ട്. ഇനി 5ാമത്തെ ചോദ്യം, പൂമ്പാറ്റ എന്ന പദത്തിന് പകരപദം ഏത്? ഇത് നമുക്ക് തന്നിട്ടുള്ള കഥയിലില്ല, പക്ഷേ ഇത് നമുക്ക് പഠിച്ചിരിക്കണം. പൂമ്പാറ്റയുടെ മറ്റൊരു പദമാണ് ചിത്രപതംഗം. പ്രവർത്തനം 2, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള വ്യക്തിയെ പറ്റി എഴുതാനാണ്. എ, ഉണ്ണിക്കണ്ണൻ്റെ കഥ ഓർമ്മയില്ലേ? ഒരു പരിഭവവും പറയാതെ വീട്ടുവേല ചെയ്ത് അമ്മ കൊണ്ടുവരുന്ന തണുത്ത ചോറും കറികളും സന്തോഷത്തോടെ കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി നോക്കൂ. ഏത് കഥയിലുള്ള കഥാപാത്രമാണ് ഉണ്ണിക്കണ്ണൻ? മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തെ ഉള്ളതായിരുന്നു അല്ലേ? സോ നിങ്ങൾക്ക് ഇത് എഴുതണമെങ്കിൽ ഈ കഥ അറിഞ്ഞിരിക്കണം, ഉണ്ണിക്കണ്ണനെ അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് എഴുതി നോക്കാം. പി. കുഞ്ഞനന്ദൻ നായർ എഴുതിയ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഉണ്ണിക്കണ്ണൻ. സോ നിങ്ങളുടെ എല്ലാ പാഠവും ആരാണ് എഴുതിയതെന്നും ആ പാഠത്തിൻ്റെ ഹെഡിങ് പേരും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ആരുടെ കഥാപാത്ര നിരൂപണം ചോദിച്ചാലും തുടക്കത്തിൽ എങ്ങനെ എഴുതാം? അതാരാണോ എഴുതിയത് ആ ആൾ എഴുതിയ ആ ഒരു കഥയിലെ അല്ലെങ്കിൽ കവിതയിലെ ഇന്ന കഥാപാത്രമാണ്
എന്ന് എഴുതാം. ഈ ഒരു സെൻറ്റൻസ് പോലെ ഇവിടെ നമ്മൾ എഴുതിയത് പി കുഞ്ഞനന്ദൻ നായർ എഴുതിയ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഉണ്ണിക്കണ്ണൻ. ഓക്കെ, വരി നമുക്ക് എല്ലാ കഥാപാത്ര നിരൂപണത്തിലും എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ചോദ്യത്തിനനുസരിച്ച് കഥയുടെ പേരും കഥ എഴുതിയ ആളെ പേരും കഥാപാത്രത്തിൻ്റെ പേരും മാറ്റിക്കൊടുക്കുക. ഇനി കഥയിലെ നിഷ്കളങ്കനായ ഒരു കുട്ടിയാണ് ഉണ്ണിക്കണ്ണൻ. അവൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഊഞ്ഞാൽ വേണമെന്ന്. മുത്തശ്ശിയോട് ഒരുപാട് തവണ ഈ ആഗ്രഹം പറഞ്ഞിരുന്നെങ്കിലും മുത്തശ്ശിക്ക് അത് സാധിപ്പിച്ച് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവൻ്റെ അമ്മ വലിയൊരു മാളിക വീട്ടിലാണ് ജോലിക്ക് പോകുന്നത്. ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഉണ്ണിക്കണ്ണൻ. ഈ അവസാനം എഴുതിയ വരിയും നിങ്ങൾക്ക് എല്ലാത്തിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മോഡൽ ആണ്. ഓക്കെ, ആരുടെ കഥാപാത്ര നിരൂപണം ചോദിച്ചാലും കഥയിലെ നല്ലൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എഴുതാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് എന്ന് നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ബി ചോദ്യം, ഉണ്ണിക്കണ്ണന് ആടിനെ മേയ്ക്കുന്ന കുന്നിൻ്റെ കഥ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഉത്തരം അവൻ്റെ മുത്തശ്ശി. ഉണ്ണിക്കണ്ണൻ്റെ മുത്തശ്ശിയാണ് ഈ കഥ പറഞ്ഞു കൊടുത്തത്. ഇനി പ്രവർത്തനം 3, ഡയറി കുറിപ്പ്. ചോദ്യം എ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അന്ധയായ മിറി എന്ന പെൺകുട്ടിയെ നന്മപ്പൂക്കൾ എന്ന കഥയിൽ നിങ്ങൾ കണ്ടല്ലോ. ദുരിതം നിറഞ്ഞ അവളുടെ ജീവിതത്തിൽ അവളുടെ കൂട്ടുകാർ സഹായത്തിന് എത്തുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളും കൂട്ടുകാരുടെ സ്നേഹവും ഒരു ഡയറി കുറിപ്പിൽ മിറി രേഖപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ആ ഡയറി കുറിപ്പ് നിങ്ങളും എഴുതി നോക്കൂ. സോ ഇവിടെ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് മിറിയുടെ ഡയറി കുറിപ്പ് എഴുതാനാണ്. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഡേറ്റും ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റും ഒരു ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. ഇനി ഒരു ഡയറി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വരി എല്ലാ ഡയറിയിലും എഴുതാവുന്നതാണ്. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. ഇനി ദുഃഖം നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇന്ന് വളരെ ദുഃഖം നിറഞ്ഞ ദിവസമാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ആരുടെ ഡയറി ചോദിച്ചാലും നിങ്ങൾക്ക് സന്ദർഭത്തിനനുസരിച്ച് ദുഃഖമാണോ സന്തോഷമാണോ മാറ്റിയിട്ട് ഈ ഒരു വരി എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി എൻ്റെ ആഗ്രഹമായിരുന്നു മുത്തശ്ശിക്കും മുത്തച്ഛനും ഒരു ചൂട് കുപ്പായം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. അതിനായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നാൽ അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ കൂട്ടുകാർ സമ്മാനമായി ചൂട് കുപ്പായം കൊണ്ടുവന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സ്കൂളിൽ പോകാൻ പറ്റാത്തത് മറ്റൊരു വിഷമമായിരുന്നു. എന്നാൽ അതിനും ഒരു പരിഹാരമായി. എൻ്റെ കൂട്ടുകാർ എന്നും എനിക്ക് പാഠങ്ങൾ പറഞ്ഞു തരും. സ്കൂളിലെ അധ്യാപിക പരീക്ഷയ്ക്ക് ഇരുത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എത്ര നല്ല ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുള്ളത്. ഇത്രയും നല്ല കൂട്ടുകാരെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മിറിയുടെ ഡയറിയിൽ എഴുതി ചേർത്തത്. ഇനി ചോദ്യം ബി, ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച ജീവിതത്തോടു ഞാൻ വാങ്ങിയിടും എന്ന കവിതാഭാഗം നന്മപ്പൂക്കൾ എന്ന കഥയിലെ ആരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മിറി. ഈ വരികൾ മിറിയുടെ ജീവിതവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രവർത്തനം 4, താരതമ്യക്കുറിപ്പ്. നിങ്ങൾക്ക് ഇവിടെ എടശ്ശേരിയുടെ കവിതയിലെ കുറച്ച് വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ, കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കറ്റിക്കണക്കങ്ങ് നിന്നാളമ്മ, കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരാലൊക്കെ കെടുത്താളമ്മ, നരിയായും പുലിയായും ചെന്നു ഭൂതം, തരിക്കൻ്റെ കുഞ്ഞീനെ എന്നാളമ്മ. ഇത് ഇടശ്ശേരിയുടെ കവിതയിലെ വരികളാണല്ലോ. അമ്മയുടെ സ്നേഹവും കരുതലും എത്രയുണ്ടെന്ന് ഇടശ്ശേരി ഈ കവിതയിൽ നമുക്ക് കാണിച്ചു തരുന്നു. കുമാരനാശാന്റെ പരുക്കേറ്റ കുട്ടി എന്ന കവിതയും ഇടശ്ശേരിയുടെ ഈ കവിതയും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ഈ കവിതയും തന്നിട്ടുള്ള ഈ കവിതയും നമ്മുടെ പാഠഭാഗത്തുള്ള പരുക്കേറ്റ കുട്ടി എന്ന കവിതയും ആണ് താരതമ്യപ്പെടുത്തി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മുടെ പരുക്കേറ്റ കുട്ടി എന്ന കവിതയിലെ ആശയങ്ങളും നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് അത് എഴുതണം. എന്നിട്ട് രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഇടശ്ശേരിയുടെ കവിതയെക്കുറിച്ച് അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് രണ്ടാമത്തെ
പാരഗ്രാഫായിട്ട് എഴുതുക. എന്നിട്ട് മൂന്നാമത്തെ പാരഗ്രാഫായിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരേപോലെയാണോ, രണ്ടിലും പറയുന്ന സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവില്ലേ, അതാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങളൊരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കേണ്ട രീതി എന്ന് പറയുന്നത്. നമുക്കിവിടെ തയ്യാറാക്കി നോക്കാം. മഹാകവി കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിത സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരുക്കേറ്റ് കുട്ടി. ഏതൊരു പാരഗ്രാഫ് തുടങ്ങുമ്പോഴും ശ്രദ്ധിക്കുക, പ്രശസ്ത കവി, മഹാകവി എന്നൊക്കെ നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾ ഓരോ പാഠഭാഗവും ആരാണ് എഴുതിയതെന്നും പാഠഭാഗത്തിൻ്റെ പേരും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇവിടെ മഹാകവി കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരുക്കേറ്റ് കുട്ടി. ഈ കവിതയിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമാണ് വിവരിക്കുന്നത്. അമ്മയുടെ സ്നേഹവും കരുതലും കുഞ്ഞു മനസ്സുകളിൽ എത്രത്തോളം ആശ്വാസം നൽകുന്നു എന്ന് ഈ കവിതയിൽ നമുക്ക് കാണാം. കുസൃതി നിറഞ്ഞ ജീവിതകാലമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. കുസൃതിയുടെയും കുറുമ്പിൻ്റെയും അനന്തരഫലമായി കുഞ്ഞു പരിക്കുകളുമായി കരിഞ്ഞെത്തുന്ന ആശ്വാസവാക്കുമായി അമ്മ ഓടിയെത്തുന്ന കാഴ്ചയാണ് കവിതയിലുടനീളം നാം കാണുന്നത്. മകനോട് കരയേണ്ട എന്ന് സ്നേഹത്തോടെ പറയുന്ന അമ്മ അവൻ്റെ മുറിവുകൾ ഓരോന്നും കണ്ടെത്തുന്നു. പനിനീർ മുള്ളേറ്റ് കൈവിരൽ മുറിഞ്ഞതും, തൈമാവിൽ കയറി വീണു കാൽമുട്ട് ചതഞ്ഞതും, മുകളിൽ നിന്ന് മറിച്ചിട്ട് പടം മുറിഞ്ഞതും, കട്ടിലിൽ കയറി പൂങ്കവിൽ മുറിഞ്ഞതും എല്ലാം അമ്മ മനസ്സിലാക്കുന്നു. അമ്മ തല്ലുമെന്നു കരുതി ഇതൊന്നും പറയാതിരുന്ന മകനെ കളിക്കുമ്പോൾ പറ്റിയ മുറിവ് ഉണ്ണിക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ ഓരോ ഉമ്മയും മുറിവിൻ്റെ വേദനയും അവനെ സന്തോഷവും ആശ്വാസവും ആത്മവിശ്വാസവും നൽകുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫാക്കി എഴുതിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ഇടശ്ശേരിയുടെ തന്നിട്ടുള്ള കവിതയെക്കുറിച്ച് എഴുതാം. ഇടശ്ശേരിയുടെ കവിതയിലും അമ്മയുടെ വാത്സല്യവും മനോധൈര്യവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂതം പല രൂപത്തിൽ വന്നപ്പോഴും അമ്മ ധൈര്യത്തോടു കൂടി നേരിടുമെന്നാണ് ഇവിടെ പറയുന്നത്. കാട്ടുതീയായും ചുഴലിയായും നരിയായും, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നരിയായും പുലിയായും വന്നപ്പോഴും അമ്മയ്ക്ക് അതൊന്നും പേടിയുണ്ടായിരുന്നില്ല. അമ്മ എല്ലാത്തിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ ധൈര്യത്തോടെ രക്ഷപ്പെടുത്തി. ഏതൊരാപത്തിലും അമ്മ കുഞ്ഞിന് കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ഇത്രയും നമ്മൾ അതിനെക്കുറിച്ച് എഴുതി. ഇനി മൂന്നാമത്തെ പാരഗ്രാഫാക്കി എഴുതുക. നമ്മുടെ കണ്ടെത്തലുകളാണ് ഇവിടെ എഴുതേണ്ടത്. അമ്മമാരുടെ മാതൃവാത്സ്യവും ഊഷ്മളമായ സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് ഈ രണ്ട് കവിതകളും. അമ്മ മക്കൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും രണ്ടു കവിതകളിലും കാണാം. സോ ഇത്രയുമാണ് നമ്മുടെ താരതമ്യക്കുറിപ്പ് വരുന്നത്. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്ത കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗങ്ങൾ ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ കവിതയുടെ പേര് അച്ഛനും അമ്മയും. അമ്മതൻ മാറത്തു പറ്റിക്കിടക്കുമ്പോൾ ആശ്വാസത്തിനതിരില്ല, അച്ഛൻ്റെ മടിയിൽ ഇരിക്കും നേരത്ത് അഭിമാനത്തിനളവില്ല, അന്തിക്കു പൂനിലാവുണ്ടായിത്തീരുന്ന തമ്മിഞ്ഞപ്പാലിൽ നിന്നാണല്ലോ, അന്തിക്കു മാനത്തു മിന്നുന്ന നക്ഷത്രമമ്മതൻ കണ്ണുനീരാണല്ലോ. അക്കിത്തം. അച്ഛനും അമ്മയും എന്നുള്ള കവിത അക്കിത്തമാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. മലയാളത്തിലെ പ്രമുഖ കവി അക്കിത്തത്തിൻ്റെ അച്ഛനും അമ്മയും എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പരാമർശങ്ങളാണ് ഈ കവിതയിലുള്ളത്. അമ്മയുടെ മാറത്ത് പറ്റിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരമാണ്. അച്ഛൻ്റെ മടിയിൽ ഇരിക്കുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും അഭിമാനമുള്ള ആളായി മാറുന്നത് എന്നാണ് ആദ്യത്തെ വരികളിലൂടെ പറയുന്നത്. അന്തിക്ക് പൂനിലാവ് ഉണ്ടായിത്തീരുന്നത് അമ്മിഞ്ഞ പാലിൽ നിന്നാണ്, അഥവാ അമ്മയുടെ പാലിൽ നിന്നാണ് സന്തോഷം ഉണ്ടാകുന്നത് എന്നും
ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ അമ്മയുടെ കണ്ണുനീരാണെന്നാണ് കവി നമ്മളോട് പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും സഹനശക്തിയും ഊർജവും അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് ഈ വരികളിലൂടെ പ്രസക്തമാണ്. വളരെ ലളിതമായ ഭാഷയും പ്രയോഗഭംഗിയുമാണ് ഈ കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇത് അടുത്ത പാരഗ്രാഫായിട്ട് എഴുതണേ. ആർക്കും വായിച്ചാൽ അനായാസം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയാണ് കവിതയുടെ രചന. ഇത്രയുമാണ് നമ്മുടെ ആസ്വാദനക്കുറിപ്പ് വരുന്നത്. ആസ്വാദനക്കുറിപ്പ് തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ കവി, പ്രശസ്ത കവി, അല്ലെങ്കിൽ മലയാളത്തിലെ പ്രമുഖ കവി ഇങ്ങനെ എഴുതിയ ഒരു കവിതയാണെന്ന് പറഞ്ഞ് തുടങ്ങുക. എന്നിട്ട് ആ കവിതയിൽ നിന്ന് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥങ്ങളൊക്കെ എഴുതി ഉൾപ്പെടുത്തുക. എന്നിട്ട് ലാസ്റ്റ് അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് ഇതിലുപയോഗിച്ചിട്ടുള്ള ഭാഷ ലളിതമാണ്, ഇത് വളരെ മനോഹരമായ ഒരു കവിതയാണ്, അങ്ങനെ ഈ കവിതയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ടും എഴുതുക. പ്രവർത്തനം 6 കുറിപ്പ് തയ്യാറാക്കുക. എ. സാധാരണയായി മരക്കൊമ്പിലാണ് ഊഞ്ഞാൽ കെട്ടുക. ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഊഞ്ഞാൽ കെട്ടിയത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയെ അടിസ്ഥാനമാക്കി കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ചോദ്യത്തിൽ ഒരു കൈയിലാണല്ലേ ഊഞ്ഞാൽ കെട്ടിയത്. ഈ ഒരു ചോദ്യം മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗവുമായിട്ടാണ്. സോ നമുക്ക് ഉത്തരം എഴുതി നോക്കാം. സാധാരണയായി എല്ലാവരും മരക്കൊമ്പിലാണ് ഊഞ്ഞാൽ കെട്ടുന്നത്. എന്നാൽ ഇവിടെ ചിത്രത്തിൽ മുത്തശ്ശിയുടെ കൈകളിലാണ് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത്. ഇത് മുത്തശ്ശിക്ക് ഉണ്ണിക്കണ്ണനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. എനിക്കൊരു ഊഞ്ഞാൽ വേണമെന്ന് ഉണ്ണിക്കണ്ണൻ പല പ്രാവശ്യങ്ങളിലായി മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുത്തശ്ശിക്ക് പ്രായമായത് കൊണ്ടും വയ്യാത്തത് കൊണ്ടും അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ മുത്തശ്ശിക്ക് വിഷമവും ഉണ്ട്. മുത്തശ്ശിക്ക് എങ്ങനെയെങ്കിലും ഉണ്ണിക്കണ്ണൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം എന്ന സന്ദേശമാണ് ഈ ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത്. സോ നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടി അത് കയ്യിൽ കെട്ടാനുള്ള കാരണം മുത്തശ്ശിക്ക് ഉണ്ണിക്കണ്ണനോടുള്ള അത്രയും സ്നേഹമാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ചോദിച്ചേക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. സോ നെക്സ്റ്റ് വേറൊരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫ്രണ്ട്സ്.